പഞ്ചായത്ത് വിഭജന കേസിലെ ഹൈക്കോടതി വിധിക്ക് എതിരെ സർക്കാർ അപ്പീലിന് പോകില്ല എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശശിധരൻ നായർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ കമ്മീഷനുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി എം.കെ. മുനീർ അറിയിച്ചു. സർക്കാർ പാർട്ടി തലങ്ങളിലെ അടിയന്തര ആശയവിനിമയങ്ങൾക്ക് ശേഷമാണ് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകേണ്ടതില്ലെന്ന് തീരുമാനമുണ്ടായത്. കോടതി വിധി അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടക്കണം. വാർഡ് വിഭജന സമയത്ത് ആക്ഷേപം ഉന്നയിക്കാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ നിലപാട് അത്ഭുതപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. നവംബർ 1-ന് പുതിയ ഭരണസമിതി അധികാരമേറ്റെടുക്കും വിധം നടപടിക്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശശിധരൻ നായരും വ്യക്തമാക്കി. 2010-ലെ വാർഡുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. വിഷയത്തിൽ സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ല. 1/11/2015 പുതിയ ഭരണസമിതി നിലവിൽ വരണമെന്നാണ് തീർച്ചയായിട്ടും ഭരണഘടന അനുശാസിക്കുന്നത്. അതനുസരിച്ചുള്ള നടപടികളുമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിലവിലുള്ള വാർഡുകൾ, നിലവിലുള്ള നിയോജകമണ്ഡലങ്ങളുടെ രീതി അനുസരിച്ചാണ് ഇതുവരെയുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 2-ാം വാരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ കമ്മീഷൻ ആസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക തയ്യാറെടുപ്പുകൾക്ക് വേണ്ട സാമഗ്രികളും തയ്യാറായി കഴിഞ്ഞു. ഇവ ജില്ലകളിലേക്ക് അടുത്ത ദിവസം മുതൽ അയച്ചു തുടങ്ങും. സർക്കാരുമായി ചർച്ച നടത്തിയ ശേഷം തെരഞ്ഞെടുപ്പിനുള്ള തീയതിയും ഉടൻ നിശ്ചയിച്ചേക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.